മൂന്ന്. ഒന്ന് മറാത്തിബുദ്ദീൻ. എത്രണ്ണ? മൂന്നെണ്ണം. ഏതൊക്കെ? ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അതിങ്ങനെ എഴുതി വെക്കുന്നത് അതെല്ലാം പ്രാഥമികമായിട്ട് പഠിക്കേണ്ട കാര്യമല്ലേ. മറാത്തിബുദ്ദീൻ ഏതൊക്കെയാ? ഈമാൻ, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇതാണ് മറാത്തിബുദ്ദീൻ. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അതിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? പീസ്. ഇസ്ലാം ശറഅൻ. والبراءة من الشرك وأهله. البراءة. أنت ترى البراءة البراءة من الشرك وأهله. براءة ഒന്ന് الاستسلام لله بالتوحيد. രണ്ട് الانقياد له بالطاعة. എന്ന് പറഞ്ഞാൽ അനുസരിച്ചുകൊണ്ട് ഉപേക്ഷിക്കുക. എങ്ങനെ അത്? بفعل الأوامر. ഒരു പരീക്ഷ എന്തായാലും നടത്തുട്ടോ. بفعل الأوامر واجتناب النواهي. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടും അള്ളാഹുവിനെ അനുസരിക്കുക. പിന്നെ മൂന്നാമത്തത് അൽ ബറാഅത്ത്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാവുക. ഒഴിവാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിറ്റുക, അല്ലെ? എന്തിൽ നിന്ന്? മിനശ്ശിർക്കി. ശിർക്കിൽ നിന്ന് ഒഴിവാവണം. വ അഹ്ലിഹി. അതിന്റെ ആളുകളിൽ നിന്നും. രണ്ട് കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ശിർക്കിൽ നിന്ന് ഒഴിവാവണം. ശിർക്കായിട്ടുള്ള പ്രവർത്തികളൊന്നും വരാൻ പറ്റില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പങ്കുചേർക്കൽ. ഷിർക്കിന്റെ ലുഗത്തൻ പങ്കുചേർക്കൽ. പാർട്ട്ണർക്ക് പറയുന്ന പേരാണ് ശരീക്ക്. മനസ്സിലായല്ലേ? ശറഅൻ പറഞ്ഞാൽ തസ്വിയത്തു ഗൈറല്ലാഹി ബില്ലാഹി അസ്സ വജൽ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ എന്തെന്നാ പറഞ്ഞേ? ലുഗത്തൻ എന്താ പറയുക? ഒരാൾക്കും അറിയില്ല. പങ്കാളി. പങ്കാളി വന്നെന്താ? പാർട്ട്ണർ. ശറഅൻ. ഇതെല്ലാം അറബി തന്നെ പഠിച്ചു വെച്ച് അറബി തന്നെ പറയേണ്ടി വരും എക്സാമിന്. എക്സാം എങ്ങനെ വെക്കുന്നത്? നമ്മളെല്ലാരും പാനലിസ്റ്റിനെ വിളിച്ചിട്ട് പള്ളിയിൽ വിളിച്ച എന്നിട്ട് മോഡൽ എക്സാം എടുക്കാം. ഞാൻ ചോദിക്കാൻ നിങ്ങൾ ഉത്തരം പറയും. പാനലിസ്റ്റിനൊരു സന്തോഷാവും. ശറഅൻ തസ്വിയത്തു غير الله تسوية غير الله. غير شيء يعني غير الله بالله عز وجل. تسوية غير الله بالله عز وجل. നിന്റെ ബുക്കുകളുടെ അറിവ് വിളിക്കാതെ
ഇംഗ്ലീഷ് തസ്മിയത്തു ഗൈറല്ലാഹി മുന്നോടിക്ക് അറബിന്റെ അറിയാം എന്തോ ഇത് കാര്യമില്ല. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? സമമാക്കൽ, ഈക്വൽ, അതായത് ഒരുപോലെയാക്കൽ. തസ്വിയത്തു ആരെ? ഗൈറല്ലാഹി, അല്ലാഹു അല്ലാത്തവരെ, അല്ലാഹു അല്ലാത്തവരെ സമമാക്കൽ. ആരോട്? ബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനോട്. അല്ലാഹു അല്ലാത്തവരെ അല്ലാഹുവിനോട് സമമാക്കുന്നതിന് പറയുന്ന പേരാണ് ശിർക്ക്. അതായത് ഇപ്പോ സൃഷ്ടാവ് അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹു അല്ലാത്ത ഒരു ഖാലിഖ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? വേറൊരാളെ ചേർത്തു. മുശ്രിക്കായി, പിന്നെ മുസ്ലിം ആവൂല. ദുആ കേൾക്കുന്നവൻ ആരാണ്? അല്ലാഹു മാത്രമാണ്. ദുആ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തേട്ടമാണ്. അപ്പൊ എനിക്ക് നീ ഇത് തരണേ എന്ന് നമ്മൾ നാവുകൊണ്ട് പറഞ്ഞല്ലോ, ആ പറച്ചലല്ല ദുആ. പിന്നെ ആ പറയുന്ന ആളെ മനസ്സിലൊരു തേട്ടമുണ്ട്. തേട്ടം മീൻസ് പലവ്, ഒരു ക്യൂരിയോസിറ്റിയാണ്. അതായത് ഞാനിപ്പോ എന്റെ അള്ളാഹിനോട്, അള്ളാഹുവേ നീ എനിക്ക് ബുദ്ധി തരണേ എന്ന് ചോദിച്ചു. അത് ഗുണ്ട ജിമ്മൻ ചോദിച്ചു, അള്ളാഹുവേ നീ എനിക്ക് ബുദ്ധി തരണേ. ബുദ്ധി ഇഷ്ടംപോലെ ഉണ്ടെന്നു, മുടിയാനുണ്ടല്ലോ, മനോഹര ചളിയും മണ്ണലുണ്ടെന്നു അല്ലേ? അപ്പൊ നീ എനിക്ക് ബുദ്ധി തരണേ എന്ന് എന്ത് ചെയ്തു? ദുആ ചെയ്തു. അങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ നാവുകൊണ്ട് പറയുന്ന പറച്ചിലാണെന്ത്? നീ എനിക്ക് ബുദ്ധി തരണമേ. പറയുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ആ ബുദ്ധി എനിക്ക് അള്ളാഹ്ക്ക് മാത്രമേ തരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊരു തേട്ടമുണ്ട്, പലവ്. അതാണ് ശരിക്കും ദുആ. അപ്പൊ ഞാനിപ്പോ നിന്നോട് പറയാണ്, എടാ എനിക്ക് ആ പേരോ, അതിനെന്തില്ല, ഒരു തലവൊന്നുമില്ല. ആ വാക്ക് തന്നെ കാര്യം മനസ്സിലായി, ദുആന്റെ പ്രത്യേകത മനസ്സിലായി. പിന്നെ അല്ലെങ്കിൽ നമ്മളെ ഗുണ്ടുമണി പറയാണ്, അല്ലാഹുവേ നീ എന്താണ് എന്താ ദുആ എന്താ നീ ദുആ അല്ലാഹുവോട്? നീ എന്നെ 9ാം ക്ലാസ് ഒന്ന് പാസ്സാക്കി തരണമേ എന്നൊന്ന് ദുആ ചെയ്യാണ്. അങ്ങനെ ദുആ ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ എന്തുണ്ട്? അത് അള്ളാഹ്ക്കേ പറ്റുള്ളൂ, അതുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ, അതുകൊണ്ടാണ് അള്ളാഹിനോട് ചോദിക്കുന്നത് എന്ന ഒരു തേട്ടമുണ്ട്. മനസ്സിലായില്ലേ? ആ തേട്ടം ആരെ അറിയൂ? അള്ളാഹ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അവൻ പറഞ്ഞ് നമ്മളെല്ലാം കേട്ടില്ലേ? പക്ഷെ അവന്റെ ഉള്ളിലുള്ള നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് ദുആ. അപ്പൊ ഒരാൾ അല്ലാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്താൽ അയാളെ എന്താക്കി? ഈ അറിവിൽ അള്ളാഹുവിന്റെ ശരീക്കാക്കി. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് തസ്വിയത്തു ഗൈറല്ലാഹി ബില്ലാഹി, അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമമാക്കുക. ഇപ്പൊ ഖബറിൽ കിടക്കുന്ന ഒരാളോട് എടുത്ത് ദുആ ചെയ്തു, ഓനെന്താ വിശ്വസിക്കുന്നത്? അയാൾ കേൾക്കും, നമ്മളെ വാക്ക് അയാൾ അറിയും, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയും, അങ്ങനെ നമ്മളെ ചോദിച്ചത് തരും എന്നയാൾ വിശ്വസിച്ചാൽ ഈ ഖബറിൽ കിടക്കുന്ന ആളെ ഇവൻ ആരെ പോലെയാക്കി? മനസ്സിലായോ? അപ്പൊ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമമാക്കിയാൽ അതിന് പറയുന്ന പേരാണ് ശിർക്ക്. അതിൽ നിന്ന് ഒഴിവായവന്റെ പേരാണ് മുസ്ലിം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒഴിവാവലാണ്. അപ്പൊ ആ ശിർക്ക് ഒരാളിലുണ്ടെങ്കിലോ മുസ്ലിമേ ആയിട്ടില്ല.
നമ്മൾ മനസ്സിലായോ? ഒന്ന് അൽ-ഇസ്തിസ്ലാമു ബിത്തൗഹീദ് വേണം, പിന്നെ അൽ-ഇൻഖിയാദു ലഹു ബിത്വാഅ വേണം, പിന്നെന്ത് വേണം ജുമ്മ? പിന്നെന്ത് വേണം? മട്ടമന്തിയ അൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, അതും വേണം. എന്നാലേ മുസ്ലിമോ. ഒരാള് ഇസ്തിസ്ലാം ചെയ്തു, പിന്നെ ഇൻഖിയാദും ചെയ്തു, പക്ഷെ എന്തില്ല? ബറാഅത്തില്ല. ഷിർക്കിന്റെ പരിപാടികളൊക്കെ പോവും, ഷിർക്കിന്റെ ചോറയ്ക്കും, അന്നല്ലാത്തവരോട് ചോദിക്കും, ഓനാരായില്ല, മുസ്ലിമാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഷിർക്കിൽ നിന്ന് ഒഴിവാക്കണം. വഅഹ്ലിഹി, ഷിർക്കിന്റെ ആളുകളിൽ നിന്നും, അഥവാ ഷിർക്ക് പറയുന്ന, പ്രചരിപ്പിക്കുന്ന, ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗ്യാപ്പ് പാലിക്കണം. അവരുടെ കൂടെ ഒരിക്കലും ഒരു മുസ്ലിമിന് കൂടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണത്? മിൽക്കർ ചലന. ഇംഗ്ലീഷിൽ എന്താ പറയാ? ഈക്വാലിറ്റി അല്ലേ? ഈക്വാലിറ്റി അല്ല, എന്താ? എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. സെക്യുലർ ചിന്താഗതികൾ അല്ല. ഇസ്ലാമും ഒക്കെ, ഹിന്ദു ഒക്കെ, ക്രിസ്ത്യാനിയും ഒക്കെ, മജൂസിയും ഒക്കെ അങ്ങനെയല്ല. മതം ഏതേ ഉള്ളൂ? ഇസ്ലാം മാത്രമേ ഉള്ളൂ. മറ്റതെല്ലാം തെറ്റായ ആദർശം. അതിനോടൊന്നും ഇസ്ലാമിന് യോജിക്കാനേ കഴിയില്ല. കാരണം ഇസ്ലാമിന് എന്തുണ്ട്? അൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി. എന്താ മനുഷ്യന്മാരോ? അതൊന്നാണ്. മനസ്സിലായില്ല? മനുഷ്യന്മാർ ഒന്നായിട്ട് തന്നെ ജീവിക്കണം. ഏത് മതക്കാരനായാലും ഏത് മനുഷ്യരെയും നമ്മൾ പരിഗണിക്കണം. പാവങ്ങളായ കാഫറാണെങ്കിലും അവർക്ക് നമ്മൾ സഹായം കൊടുക്കണം, മുസ്ലിമിനെ സഹായിക്കണം, ക്രിസ്ത്യാനികളെ സഹായിക്കണം. നമ്മൾ മനസ്സിലായോ? പക്ഷെ നമ്മളെ ആദർശം ഒന്നാകുമോ? ഇല്ല. കാരണം ഇസ്ലാം പറഞ്ഞാൽ തന്നെ അൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, ഷിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും ഒഴിവായാലേ എന്താവും? മുസ്ലിമാവും. അപ്പൊ ഒന്നാമത്തെ ദീനിന്റെ മർത്തബ, ഒന്നാമത്തെ സ്റ്റെപ്പാണ് അൽ ഇസ്ലാം. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് പറയണമെങ്കിൽ അയാളിൽ 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അള്ളാഹുവിന്റെ 3 തൗഹീദിലും അടിയുറച്ചു നിന്നുകൊണ്ട് അവന്റെ മുമ്പിൽ അടിമയാവണം. തൗഹീദുർ റുബൂബിയ്യത്തിനും തൗഹീദുൽ ഉലൂഹിയ്യത്തിനും തൗഹീദുൽ അസ്മാഇ വസിഫാത്തിൽ. ജിമ്മൽ ഇങ്ങോട്ട് നോക്കുന്നില്ല, പറയുന്നില്ല, കേൾക്കുന്നില്ല. നീ എനിക്ക് ലവ് ഉണ്ടോ? സത്യം പറ. ഞാനെ ചിന്തിച്ചിരിക്കുന്നത് ലവ് ഉള്ളവരല്ലേ? എന്തും കാലായിട്ട് പറയുമ്പോഴും ഓണ ചിന്തിച്ചിരിക്കുന്നത്. ഈ 3 എണ്ണത്തിൽ ഇസ്തിസ്ലാം ചെയ്യണം. പിന്നെന്ത് ചെയ്യണം? അള്ളാന്റെ കൽപ്പനകൾ അനുസരിച്ചു നിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കിയും അള്ളാന്റെ മുമ്പിൽ അടിയറവ് പറയണം. 3 ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവായി പോകണം. ഇത് 3 ആയാൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എത്തി, മുസ്ലിമായി. അങ്ങനെ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവർ നിർബന്ധമാവുന്നത് 5 കാര്യങ്ങളാണ്. അതിനെന്താ പറയാ? അർക്കാനുൽ ഇസ്ലാം. അർക്കാനുൽ ഇസ്ലാം. അപ്പൊ എന്താ എഴുതാ? ഒരു മുസ്ലിമിന് ആദ്യമായി നിർബന്ധമാവുന്ന 5 കാര്യങ്ങൾ, അതിന് പറയുന്ന പേരാണ് അർക്കാനുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ തൂണുകൾ, പില്ലേഴ്സ്. 1 ഹദീസ് പറയടാ, ബുനിയൽ ഇസ്ലാമു അലാ 5 റവാഹുൽ മുത്തഫഖുൻ അലൈഹി. മുത്തഫഖുൻ അലൈഹി. قال رسول الله صلى الله عليه وسلم بني الإسلام على
ഈ അബ്ദുൽ കരീം അല്ലേ എന്റെ പേര് ആരിഫോ عن عبد الله بن അബ്ദില്ല عن عبد الله عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله ഞാൻ عليه ഫോമിലുണ്ടോ وسلم ഇല്ല الإسلام بخمس شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان متفق عليه. عن عبد الله عمر بن الخطاب رضي الله أنا عنه عبد الله بن عن عبد الله بن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم بني الإسلام خمس شهادة على خمس شهادة أن لا إله إلا الله وأن محمد شهادتي أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وإقام الصلاة وإقام الصلاة وإيتاء الزكاة تلتنا في سلام والله في سلام وإقام الصلاة وإيتاء الزكاة وحج البيت وصوم وحج البيت وصوم رمضان متفق عليه. ما شاء الله بارك الله أريد لك وليا عبد الله بن عمر رضي الله عنه عن عبد الله بن عمر بن الخطاب رضي الله عنهما ورنا عنهما قال قال رسول الله صلى الله عليه وسلم بني الاسلام على خمس شهادة ان لا اله الا الله شهادة ان لا اله الا الله ان محمد رسول الله وان محمد رسول الله إقام الصلاة وإقام الصلاة وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان متفق عليه. ما شاء الله عزيز سلام عليكم عزيز سلام عليكم ايوه جمال عليكم ها അറിയില്ല മറ്റോ എന്റെ പേരെന്താ ഷമ്മാസ് അറിയില്ല വെരി ഗുഡ് വെൽ ഡൺ മൈ ബോയ് അപ്പൊ ഇതാണ് അർക്കാനുൽ ഇസ്ലാം. ഇനിയിപ്പോ അർക്കാനുൽ ഇസ്ലാം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തിനുള്ള മറുപടി ഹദീസൻ മോദി കൊടുക്കുക. അതാണ് അർക്കാനുൽ ഇസ്ലാം. പിന്നെ അതിൽ ഓരോന്നും വേറെ പിന്നെ പഠിക്കാം. രണ്ടാമത്തെ മർത്തബയാണ് ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ലുഗത്തൻ എന്താ അർത്ഥം? വിശ്വാസം. ബിലീവ് എന്നല്ല പറയുന്നത്, വിശ്വാസം. അതെന്ത് വിശ്വാസമാവാം, ഭാഷാപരമായി ഏത് വിശ്വാസത്തിലും എന്തിന്റെ ഉപയോഗിക്കാം? ഈമാൻ. എന്നാൽ ശർഅൻ മൂന്ന് കാര്യങ്ങളാണ്. അൽ ഈമാൻ المرتبة الثانية രണ്ടാമത്തെ മർത്തബ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ്? അൽ ഈമാൻ. അൽ ഈമാൻ എന്താ? ലോകത്തൻ ശർഅൻ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് التصديق بالقلب. التصديق بالقلب. രണ്ട് الإقرار باللسان. الإقرار باللسان. മൂന്ന് العمل بالجوارح.
العمل بالجوارح. അതിന്റെ കൂടെ യസീദു ബിത്വാഅതി وينقص بالمعصية. يزيد بالطاعة وينقص بالمعصية. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ കാഴ്ചപ്പാടിൽ എന്ത്? ഈമാൻ ഡെഫിനിഷൻ. ഒന്ന് ലുഗത്തൻ വിശ്വാസം, അതായത് വിശ്വാസപരമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കർമ്മപരമായ കാര്യങ്ങളാണ്. നിസ്കാരം, അതേപോലെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതാണ് ഇസ്ലാം കാര്യം, അർക്കാനുൽ ഇസ്ലാം. എന്നാൽ ഈമാൻ കാര്യങ്ങൾ, അർക്കാനുൽ ഈമാനോ വിശ്വാസപരമായതാണ്. അതായത് മനസ്സ് ഖൽബുമായി ബന്ധപ്പെട്ടതാണ് അർക്കാനുൽ ഈമാൻ. അർക്കാനുൽ ഇസ്ലാമോ അമലുമായി ബന്ധപ്പെട്ടതാണ്, അതായത് നമ്മളുടെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈമാൻ എന്ന് പറയുന്ന ശറഅൻ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരാള് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ദീനിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പായ ഈമാനിൽ പ്രവേശിച്ചു എന്ന് പറയണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അവരുണ്ടായിരിക്കണം. ഒന്ന് അത്തസ്ദീഖു, തസ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യമാക്കുക. എന്താ സത്യമാക്കുക എന്ന് പറഞ്ഞാൽ? ഇത് ഹക്കാണ്, ഇത് ശരിയാണ് എന്ന് ഉറപ്പിക്കാൻ. ബിൽ ഖൽബി, ഹൃദയം കൊണ്ട് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് നമുക്ക് വിശ്വസിക്കാൻ നിർബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം, ഏത്? അള്ളാഹുവാണ് ഖാലിഖ്. അള്ളാഹുവാണ് ഖാലിഖ് എന്ന് നാവുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ഒരു ഡൗട്ട്, വേറെ ആരെങ്കിലും ഖാലിഖ് ഉണ്ടാവുമോ? ഈമാനില്ല. നാവുകൊണ്ട് പറയുന്നതിനല്ല കാര്യം, പിന്നെ കൽബ് കൊണ്ട് അതിനെ തസ്ദീഖ് ചെയ്യണം, അത് സത്യമാണെന്ന് ഉറപ്പിക്കണം. ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഖബർ, എത്ര അടിയാണ് ഖബർ ഉണ്ടാവുക? കുഴി 6 അടിയാണ്. എത്ര വീതി ഉണ്ടാവും? ഒരാൾക്ക് ചെരിഞ്ഞ് കിടക്കാനുള്ള വീതിയെ ഖബറിൽ ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനിനെ ഖബറിൽ, ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുവച്ച ആളുകൾ പിരിഞ്ഞു പോയ ഉടനെ 2 മലക്കുകൾ വരും. ആരൊക്കെ മലക്കുകളുടെ പേര്? മുൻകർ നക്കീർ. എന്നിട്ട് ഇവനെ പിടിച്ചിരുത്തും. ഇപ്പൊ ഖബറിൽ എത്ര ആളുണ്ട്? ഒരാൾക്ക് ചെരിഞ്ഞു കിടക്കാനുള്ള സ്ഥലം അതിന്റെ ഉള്ളിലുള്ളൂ. അതിന്റെ ഉള്ളിലാണ് ഇപ്പൊ എത്ര ആൾ നിൽക്കുന്നത്? 3 ആൾ ഇരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? അത് നമ്മുടെ ചിന്തക്ക് കിട്ടൂല. പക്ഷെ തസ്ദീഖുൽ ഖൽബ് നിർബന്ധമാണ്. ഹൃദയം കൊണ്ട് അത് സത്യമാണെന്ന് ഉറപ്പിക്കണം. അതാണ് ഈമാൻ. ഒരാൾ നാവോട്ട് പറഞ്ഞു, ആ ഖബറിൽ മുൻകർ നക്കീർ വരും, ഇവനെ പിടിച്ചിരിക്കും. പക്ഷെ അപ്പോഴും അവന്റെ ഖൽബ് എന്താ ചിന്തിക്കുന്നത്? അതെങ്ങനെയായിരിക്കും? അങ്ങനെ ചാൻസ് ഇല്ലല്ലോ. ഈമാനായില്ല. കാരണം എന്തില്ല? അവന് തസ്ദീഖുൽ ഖൽബില്ല. പിന്നെ അവൻ എന്തേ പറഞ്ഞിട്ടുണ്ട്? നാവോട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളെ ഖൽബ് കൊണ്ട് തസ്ദീഖ് ചെയ്യണം. എന്തുണ്ടായിക്കൂടാ? സംശയം ഉണ്ടായിക്കൂടാ. ചിലപ്പോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവൂല. എന്നാലും ഹൃദയം കൊണ്ട് അതിനെ സത്യമാക്കണം. അവരെ ആരാവുള്ളൂ? മുഅ്മിനാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, റസൂലുള്ളാഹി തങ്ങള് പിന്നെ മിഅ്റാജിന് പോയി. അങ്ങനെ തിരിച്ചു വന്നു. ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? ഇന്നലെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ഖുറൈശികൾക്ക് അന്ന് 1 മാസം യാത്രയായി.
പോവാൻ 1 മാസം, തിരിച്ചു വരാൻ 1 മാസം, ടോട്ടല് 2 മാസം കൊണ്ട് എടുക്കേണ്ട യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ രാത്രിയിൽ ചെയ്തിട്ട് വന്നു എന്നായി പറയുന്നു. മാത്രമല്ല മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഇങ്ങോട്ട് പോയി 7 ആകാശങ്ങളുടെയും അപ്പുറത്ത് പോയി അള്ളാഹുവിന്റെ അർശിന്റെ അടുത്തെത്തി അള്ളാഹിനോട് സംസാരിച്ച് നിസ്കാരവും വാങ്ങിച്ച് തിരിച്ചു വന്നു. ആ രാത്രിയല്ല. ഇത് ആൾക്കാരോട് പറഞ്ഞപ്പോ ആളുകളാരും വിശ്വസിച്ചില്ല. കുറേശ്ശികളൊക്കെ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദ് എന്തായി ഭ്രാന്തായി, എങ്ങനെ പോകാൻ പറ്റുക, എന്തായി പറയുന്നു. അബൂജഹല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് കണ്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ ചങ്ങാതി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായോ നിന്റെ ചങ്ങാതി എന്താണ്, ഭ്രാന്തനാണ്, നിങ്ങളെ പറ്റിക്കാണ്, ആർക്കെങ്കിലും അങ്ങനെ പോയിട്ട് വരാൻ പറ്റുമോ? ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ പോവാൻ പറ്റുമോ? പോയിട്ട് തിരിച്ചു വരാൻ കഴിയുമോ? ആകാശത്തിൽ എങ്ങനെ സഞ്ചരിക്കാം? ഇതൊന്നും ചിന്തയില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? മുഹമ്മദ് പറഞ്ഞെങ്കിൽ പോയി, ഞാൻ സത്യം പറഞ്ഞു. അതാണ് തസ്ദീഖു ബിൽ ഖൽബ്. അന്നാണ് അബൂബക്കറിന് എന്ത് പേര് കിട്ടിയത്? സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യമാക്കിയവൻ എന്നാണ് വാക്കിനാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ വിശ്വസിക്കേണ്ടത്. ലോജിക്ക് നോക്കിയിട്ടല്ല. ലോജിക്ക് നോക്കിയിട്ട് വിശ്വസിക്കാൻ നിന്നാൽ ഒരാൾക്ക് മുഅ്മിനാവാൻ പറ്റൂല. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അത്തസ്ദീഖു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യമാണ്. സംശയം ഉണ്ടെങ്കിൽ ഈമാൻ പോയി. മനസ്സിലായില്ലേ? നാവുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഓക്കെ എന്ന്, പക്ഷെ ഉള്ളിലെപ്പോഴും ഇതെല്ലാം എന്ത് കഅബാലയം തവാഫ് ചെയ്യുക. ഒരു കല്ലുകൊണ്ട് കെട്ടിയ ഒരു പള്ളിയാണ് കഅബ. അതിന്റെ ചുറ്റും 7 പ്രാവശ്യം ചുറ്റുന്നതിന്റെ ലോജിക്ക് എന്താ നമുക്കറിയാം. പക്ഷെ നമ്മൾ അങ്ങനെ ചുറ്റൽ ദീനാണെന്ന് തസ്ദീഖ് ചെയ്യുന്നു, ഹൃദയം കൊണ്ട് സത്യമാക്കുന്നു. ഒരിക്കൽ പറഞ്ഞാണ് കഅബം തവാഫ് ചെയ്യണം, എന്നാലേ ഉംറയും ഹജ്ജും ശരിയാവൂ. പക്ഷെ അവന്റെ മനസ്സിലെന്താണ്? എന്ത് ഒരു ബിൽഡിങ്ങളെ കുറെ നടക്കുന്ന എന്താ കാര്യം? വണ്ടിമാൻ പോയി. അവൻ എന്ത് ചെയ്തില്ല? തസ്ദീഖ് ചെയ്തില്ല. എന്തുകൊണ്ട്? ഖൽബ് കൊണ്ട്. നാവുകൊണ്ട് പറഞ്ഞു, പക്ഷെ ഹൃദയത്തിൽ വിശ്വാസമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തെ കാര്യം തസ്ദീഖു ബിൽ ഖൽബ്. ആരെപ്പോലെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വിശ്വസിച്ചു. ലോജിക്കുണ്ടോ? രണ്ടാമത്തത് അൽ ഇഖ്റാർ ബിൽ ലിസാൻ. ഇഖ്റാർ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക, ഉറക്കെ പറയുക, പുറത്തു പറയുക. ബിൽ ലിസാൻ, നാവും. അതായത് എന്റെ കൽബിൽ ഞാൻ സത്യമായി അംഗീകരിച്ച ആ സത്യത്തിനെ മൂടിവെക്കാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ആളുകളുടെ മുന്നിൽ പരസ്യമായി അത് പ്രഖ്യാപിക്കണം. ഇതാണ് ഇസ്ലാം, ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നു, അതാണ് സത്യം. ചില ആൾക്കാർ പറയൂല. കാരണം മറ്റുള്ളവർക്ക് ഞാൻ മുസ്ലിമായി എന്ന് തോന്നിപ്പോവും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പൊ എന്നോട് അവർക്ക് ദേഷ്യവും ഉറപ്പവും ഉണ്ടാവും. ചിലപ്പോ അടികൊള്ളും, ഇടികൊള്ളും. ഇതെല്ലാം പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഒളിപ്പിച്ചു പോകും. ഈ ഈമാനിനെ ഒളിപ്പിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എപ്പോഴാത്? ഇസ്ലാമിന്റെ സ്റ്റാർട്ടിങ്. അന്ന് എല്ലാരും ഒളിപ്പിച്ചു വെച്ചു, ആരും ആരെ അറിയിച്ചില്ല. അറിഞ്ഞാൽ കൊല്ലും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 എത്ര വർഷം കൊണ്ടാണ് ഈ പൂർത്തിയായത്? 23 വർഷമല്ലേ? 10 കൊല്ലം മക്ക, 13 കൊല്ലം മക്കത്തും 10 കൊല്ലം. ആ 23ാമത്തെ വർഷം ദീൻ പൂർത്തിയായി. ഇനി എന്തില്ല? ഒളിപ്പിച്ചു വെക്കത്തില്ല. ഒരാള് കൽബ് കൊണ്ടെല്ലാം തസ്ദീഖ് ചെയ്തു, പക്ഷെ പുറമെ ആരും അറിയിച്ചില്ല. അതായത് ഇഖ്റാർ ചെയ്തില്ല. അയാൾ മരിച്ചു. മുസ്ലിമീങ്ങൾ നിസ്കരിക്കാൻ പോകുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? അയാൾ പറഞ്ഞിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം ഈമാനിനെ പുറത്ത് ആളുകളുടെ മുന്നിൽ പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കാതെ ഒന്നുകൂടി ആരാമുഖ്യമായി വിളിച്ചു പറഞ്ഞ് പോക്കല്ല. അതായത് ആളുകളെ ഒളിപ്പിച്ചു വെക്കാതെ മനസ്സിലുള്ളത് പുറത്തു പറയാനുള്ള ധൈര്യം ഉണ്ടാവും. മനസ്സിലായോ? അബൂ താലിബ് തസ്ദീഖും ബിൽ ഖൽബ് ചെയ്ത ആളാണ്. ആര്? റസൂലുള്ളാഹിന്റെ ആരാണ് അബൂ താലിബ്? മൂത്താപ്പ. പക്ഷെ എന്ത് ചെയ്തില്ല? ഇഖ്റാർ ചെയ്തില്ല. നബിയോട് എന്താ പറഞ്ഞത്? നബി അബൂ താലിബ് മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കണ്ടിട്ട് എങ്ങനെങ്കിലും ഒന്ന് കലിമ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലോ. അപ്പൊ പറഞ്ഞെന്താ അറിയോ? മോനെ, നീ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് തസ്ദീഖും ബിൽ ഖൽബ്.
പക്ഷെ ഞാനത് പുറത്തു പറഞ്ഞാൽ ആളുകൾ എന്നെ കുറ്റം പറയും, എന്നെ ആക്ഷേപിക്കും, എന്നെ മോശക്കാരനാക്കും. അതെനിക്ക് പേടിയാവുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം പറയുന്നില്ല. കണ്ടോ, അബൂതാലിബ് തസ്ദീഖും ബിൽ ഖൽബ് മാത്രം മതിയെങ്കിൽ അബൂതാലിബ് സ്വർഗ്ഗത്തിൽ പോകും. അത് മാത്രം പോരാ, ഹൃദയം കൊണ്ട് സത്യമാക്കുകയും വേണം. അതിനെ ധൈര്യത്തോടെ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം. ഈമാനിനെ ആരെയും പേടിക്കാൻ പാടില്ല. നിശ്ചയിക്കേണ്ട സമയമാകുമ്പോൾ എവിടെയാണെങ്കിലും നിശ്ചയിച്ചോളണം. അതാണ് ഈമാന്റെ ഭാഗമാണ്. അത് ആരെങ്കിലും കാണുമോ, അറിയുള്ളൂ എന്ന് പേടിച്ച് നിസ്കരിക്കാണ്ടിരുന്നാൽ അവന്റെ ഈമാൻ ഇല്ലാന്നതിന്റെ അർത്ഥം. ഈമാൻ ഉണ്ടെങ്കിൽ അല്ലിൽ ഖറാറു ബിൽ ലിസാൻ, അത് കാണിക്കും. മനസ്സിലായോ? ആ പ്രഖ്യാപനമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അത് പറഞ്ഞേ പറ്റൂ മുസ്ലിമാവാൻ. ഇല്ലല്ലോ. മൂന്നാമത്തത് അൽ അമലു ബിൽ ജവാരിഹ്, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് സത്യമാക്കിയതും തുറന്നു പറഞ്ഞതുമായ ആ കാര്യങ്ങള് ജീവിതത്തിൽ അൽ അമലു, അമൽ പ്രവർത്തിക്കുക, ബിൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ട്. അവയവങ്ങൾ എന്താ? കയ്യും കാലമൊക്കെ ഉണ്ടോ, ബോഡി പാർട്സ്. അതുകൊണ്ട് പ്രവർത്തിച്ച് കാണിക്കണം. വെറുതെ പറഞ്ഞാൽ പോരാ, നിസ്കാരം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ പോരാ. ആ നിസ്കരിക്കണം എന്ന് പറഞ്ഞാലും പോരാ, എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നോമ്പുണ്ട് എന്ന് തസ്ദീഖ് ചെയ്തു, നോമ്പിനെ പറ്റി ഇഖ്റാറും ചെയ്തു, പക്ഷെ അമലില്ലെങ്കിലോ ഒരു കാര്യമില്ല. തസ്ദീഖ് ചെയ്തതും നമ്മൾ പ്രഖ്യാപിച്ചതുമായ ആ ദീനിനെ ജീവിതത്തിൽ പകർത്തണം. അതാണ് അമലു ബിൽ ജവാരിഹ്. ജവാരിഹിന്റെ അർത്ഥം എന്താ? ബോഡി പാർട്സിനെ കൊണ്ട് പ്രവർത്തിക്കണം. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ എന്ത് പൂർത്തിയായി? ഈമാൻ പൂർത്തിയായി. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഖൽബ് കൊണ്ട് തസ്ദീഖ് ചെയ്ത്, നാവ് കൊണ്ട് പ്രഖ്യാപിച്ച് ഇഖ്റാർ ചെയ്ത്, അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിച്ച് കാണിക്കേണ്ടത്, അതിന് പറയുന്ന പേരാണ് അർക്കാനുൽ ഈമാൻ. അത് എത്രണ്ട്? 6 കാര്യം. അർക്കാനുൽ ഇസ്ലാം എത്രണ്ട്? 5. മനസ്സിലായോ? അർക്കാനുൽ ഈമാൻ 6 കാര്യങ്ങൾ. ഏതൊക്കെയാ? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അറിയോ? മറന്ന ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കേട്ടില്ലേ? അർക്കാനുൽ ഇസ്ലാം, അർക്കാനുൽ ഈമാൻ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ട്. വേദിക്കുന്നത് അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ 6 കാര്യങ്ങളാണ് തസ്ദീഖ് ചെയ്യേണ്ടത് ഖൽബ് കൊണ്ട്. അതെന്ത് ചെയ്യണം? പ്രഖ്യാപിക്കണം. അതിനനുസരിച്ച് ജീവിച്ച് കാണിക്കണം. ഇതാണ് ഈമാൻ. ആ ഈമാൻ യസീദു ബിത്താഅതി വയൻഖുസു ബിൽ മഅസിയതി. യസീദു എന്താ? വർദ്ധിക്കും. ഇംഗ്ലീഷിലുണ്ടാവും. എങ്ങനെ? ബിത്താഅതി, താഅത്തുകളെ കൊണ്ട്, അമലുകളെ കൊണ്ട്. എത്രത്തോളം നമ്മൾ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുമോ അത്രയും ഈമാൻ കൂടും. വയൻഖുസു, ഈമാൻ കുറയും. യൻഖുസു എന്ന് പറഞ്ഞാൽ കുറയും. ബിൽ മഅസിയതി, പാപങ്ങളെ കൊണ്ട്. നമുക്ക് എന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും. രാവിലെ തഹജ്ജുദ് നിസ്കരിച്ച്, സുബ്ഹ് ജമാഅത്ത് നിസ്കരിച്ച്, രാവിലത്തെ ദിക്റുകളൊക്കെ ചൊല്ലി, ഖുർആൻ ഓതി, നമ്മുടെ ദിവസം തുടങ്ങി. കൃത്യമായിട്ട് സുബ്ഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചു, ഇശാ വരെ എല്ലാ നിസ്കാരവും ജമാഅത്തായിട്ട് നിസ്കരിച്ചു. സിനിമ കണ്ടില്ല, പാട്ട് കേട്ടില്ല, മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞില്ല, ചീത്ത വിളിച്ചില്ല, പാലുമായി അനുസരിച്ചു, നല്ലത് മാത്രം ചെയ്തു. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അന്നത്തെ ഈമാനിയുമായിട്ടുള്ള ഒരു ഉണർവ്, ഒരു വെളിച്ചം, ഒരു നൂറ് മനസ്സിലാവും. എന്നാൽ രാവിലെ സുബഹ്ക്ക് എണീച്ചില്ല, പിന്നെയോ 7 മണിയാകുമ്പോൾ എണീച്ച് ആൾക്കാരെ തെറിയും വിളിച്ച്, ചീത്തയും വിളിച്ച്, സിനിമയും കണ്ട്, പാട്ടും കേട്ട്, കൃത്യമായിട്ട് നിസ്കാരമൊന്നുമില്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്നത്തെ ദിവസം വളരെ മോശമാണ്. നമുക്ക് തന്നെ മനസ്സിലാവും. ഈമാൻ കൂടുകയും ചെയ്യും, കുറയും ചെയ്യും. ഈമാൻ 3 വിഭാഗം. ഒന്ന് ഈമാനുൻ ആമുൻ,
എന്താ പറയാ, ആമെന്ന് പറഞ്ഞാൽ ഈമാൻ ആം. ആം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ, നമ്മളുടെയൊക്കെ ഈമാൻ. മനസ്സിലായില്ലേ? അതാണ് കൂടുതലും കുറയലും. നമ്മൾ കൂടുതൽ നന്മകൾ ചെയ്താൽ നമ്മുടെ ഈമാൻ എന്ത് ചെയ്യും? ഉപദേശാവും. തിന്മകൾ ചെയ്താൽ കുറയും. അതാണ് ആമിന്റെ ഈമാൻ. മറ്റത് ഈമാനുൽ ഖാസുൻ. ഖാസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകമായ ഈമാൻ. അമ്പിയാക്കളുടെ ഈമാൻ. നബിമാരുടെ ഈമാൻ എന്താവൂല? കുറയൂല. എന്താ കാരണം? എന്തായിരിക്കും കാരണം? നബിമാരുടെ ഈമാൻ കുറയൂല എന്ന് പറയാൻ കാരണം എന്താ? എന്ത് ചെയ്താലാണ് ഈമാൻ കുറയല്? തിന്മകളെന്തില്ല, മാഫിയത്ത് ചെയ്യൂല. തിന്മകൾ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, അത് നബിമാർക്ക് ഉണ്ടാവില്ല. എന്താ കാരണം? നമ്മളെ മനുഷ്യന്റെ ശരീരത്തില് ഒരു മലക്കുണ്ട്, ഒരു ശൈത്താനുണ്ട്. ഇപ്പോ ബ്രസീലിന്റെ മുമ്പില് ഇവിടെ ഒരു പാലുണ്ട്, ഇവിടെ നമ്മൾ കാവേരി നിന്ന് കൊണ്ടത് ഇങ്ങോട്ട് വലിയ ഒരു പേര് ഏതാ? കിംഫിഷർ ഉണ്ട് ഇവിടെ, 200 മില്ലി കിംഫിഷർ. ഇവിടെ റസീൽ നോക്കിയിട്ട് കുടിക്കണ്ടേ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഉള്ളിന്ന് മലക്കെന്ത് പറയും? കുടിക്കരുത്. എന്താന്ന് പറയും? അപ്പോഴാണ് ഇതിനുള്ളിൽ ഇങ്ങനെ ജിമ്മ സ്കൂളിൽ പോയി നോക്കണ്ടേ തോന്നിയാൽ അതിനകത്ത് എന്തറിയോ? മലക്കെന്ത് പറയുന്നുണ്ട്? നോക്കരുത്, കളാണ്. ശൈത്താനെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതാണ് നമ്മുടെ തീരുമാനം. മനസ്സിലായോ? പക്ഷെ ഈ ശൈത്താനുണ്ടല്ലോ, അത് നബിമാർക്ക് ഇല്ല. അവരുടെ ശൈത്താൻ അല്ലാഹു എന്താക്കി? മുസ്ലിമാക്കി. അവിടെ നബിമാരുടെ മനസ്സിൽ ഒരു തെറ്റിനോട് എന്തില്ല, ആഗ്രഹം വരില്ല. അവർ നന്മകളെ ചെയ്യും. അതുകൊണ്ട് ഈമാൻ എന്താവൂല? കുറയൂല. തെറ്റുകളില്ലാത്തതുകൊണ്ട് കുറയൂല. മറ്റത് ഈമാൻ മറിച്ചെന്തായിരിക്കും? നബിമാരുടെ ഈമാന്റെ പ്രത്യേകത കൂടിക്കൊണ്ടേ പോകും. കാരണം അവരെപ്പോഴും എന്തേ ചെയ്യുന്നുള്ളൂ? നന്മയെ ചെയ്യുന്നു. മറ്റത് ഈമാൻ അഖസ്. അഖസ് അഖസ് എന്ന് പറഞ്ഞാൽ ഖാസിനേക്കാളും ടോപ്പുള്ളത്. ആരുടെ ഈമാൻ? ഈമാനല്ല ഖാസ് പറഞ്ഞു. അല്ല, അത് നബിയിലുണ്ട്. അത് കൂടൂല്ല, കുറയൂല. മനസ്സിലായോ? എന്തുകൊണ്ടായിരിക്കും മലക്കുകളുടെ ഈമാൻ കുറയാത്ത? മലക്കുകൾക്ക് ശഹ്വത്തില്ല. ശഹ്വത്ത് മീൻസ് വികാരം, അതായത് ആഗ്രഹങ്ങൾ. എന്താണ് വീക്ക്നെസ്? ഈ വീക്ക്നെസിന്റെ ആളാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്താ നിങ്ങളെ ഭാഷ പറയാ? ആശകൾ ഒന്നുമില്ല. മലക്കളുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാലല്ലോ അവരുടെ ഉള്ളു പൊള്ളയാണ്. ഉള്ളു പൊള്ള ഉള്ളിലൊന്നുമില്ല. നമ്മുടെ ഉള്ളിൽ ചൂചൂറ്റ കയറില്ല. മലക്കളുടെ ഉള്ളിൽ ചൂചൂറ്റ കയറില്ല. അതൊറ്റ ഉറച്ച തടിയാണ്, മരം പോലെ, കല്ല് പോലെ. അവർക്ക് എന്തില്ല? ആമാശയുണ്ടോ? കിഡ്നി ഉണ്ടോ? ഹാർട്ടുണ്ടോ? അതൊന്നും ആവശ്യം അവർക്കില്ല. ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, കല്യാണം കഴിക്കില്ല, മക്കളില്ല, ഉറക്കില്ല, ക്ഷീണമില്ല, വിശ്രമമില്ല, ഒന്നുമില്ല. അവരാകെ ജോലി എന്താ? അന്നൊരു ജോലി അവർ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതെന്നെ ചെയ്യാം, വേറൊന്നുമില്ല. അപ്പൊ അവർക്ക് ഈ ആശകളില്ലാത്തതുകൊണ്ട് എന്ത് തോന്നൂല? തെറ്റ് ചെയ്യാൻ തോന്നൂല. പ്രത്യേകിച്ച് മനഃപൂർവ്വം എന്തെങ്കിലും നന്മ ചെയ്യാനും പറ്റൂല. കാരണം ഏൽപ്പിച്ച ജോലി അങ്ങ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൂടൂല, കുറയൂല. അതാ മലക്കുകളുടെ ഈമാൻ. നമുക്ക് മനസ്സിലായോ? അപ്പൊ ഈമാൻ ദീനിന്റെ രണ്ടാമത്തെ വർത്തവയാണ് ഈമാൻ. ഭാഷാപരമായി ലുഗത്തൻ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ശറഅൻ
التصديق بالقلب الإقرار باللسان العمل بالجوارح يزيد بالطاعة وينقص بالمعصية. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിയമപ്രകാരം ഈമാൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇതിൽ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഏത് കാര്യത്തെയാണ് നമ്മൾ തസ്ദീഖ് ചെയ്യേണ്ടതും ഇഖ്റാർ ചെയ്യേണ്ടതും അമൽ ചെയ്യേണ്ടതും? തസ്ദീഖ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. എന്ത് കാര്യത്തിന്? എന്താണ് തസ്ദീഖ് ചെയ്യേണ്ടത്? ഏത് കാര്യങ്ങളെയാണ് നമ്മൾ ഹൃദയം കൊണ്ട് സത്യമാക്കേണ്ടത്? അർക്കാനുൽ ഈമാൻ. 6 കാര്യങ്ങൾ. അർക്കാനുൽ ഈമാൻ. ഓക്കെ. ഈമാൻ എത്ര തരമുണ്ട്? 3 തരം. ആം, ഖാസ്, ഖാസ്. ഓക്കെ. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അവരുടെ പേരാണ് അൽ മുർജിഅ. അതിനോട്ടേണം പഠിച്ചു വെക്കണം. എന്താണ് അൽ മുർജിഅ? ഇവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്ന് പുറത്താവാനുള്ള കാരണം, ഇവർ ഒറ്റ നോട്ടത്തിൽ മുസ്ലിമുകളാണ് നമുക്ക് തോന്നും. അന്തോറയും താടിയും തലയെക്കെട്ടും മുപ്പിയെല്ലാം ഉണ്ടാവും. പക്ഷെ അവരെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റൂല. ആരാ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? നബിയുടെയും സഹാബാക്കളുടെയും പാത പിന്തുടരുന്നവർ. മനസ്സിലായില്ലേ? വിശ്വാസപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആദർശപരമായ കാര്യങ്ങളിൽ നബിയുടെയും സഹാബാക്കളുടെയും പാത പിന്തുടരുന്ന ആളുകളാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. മനസ്സിലായല്ലോ? അവരെ പാത പിന്തുടർന്ന ആളുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ. അപ്പൊ സലഫുകളുടെ അഖീദയിൽ അല്ലെങ്കിൽ സലഫുകളുടെ വിശ്വാസപ്രകാരം ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ ആ കൂട്ടത്തിൽ സലഫുകൾക്ക് എതിരായി ആര്? മുർജിഅ. മുർജിഅ എന്ന് പറയുന്ന ടീം ഈമാന്റെ ഡെഫിനിഷന്റെ വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് എതിരായി. കാരണം അവരെന്ത് ചെയ്യുന്നറിയോ? ഈമാനിന്റെ താരീഫിൽ നിന്ന്, താരീഫ് മീൻസ് ഡെഫിനിഷനിൽ നിന്ന് എന്ത് ചെയ്തു? ഈ സ്ഥാനത്തിന് ഒഴിവാക്കി. അൽ-അമലു ബിൽ ജവാരിഹ്. അപ്പൊ അവരുടെ വാദപ്രകാരം തസ്ദീഖ് ചെയ്തു, പറയും ചെയ്തു. വേറെ പണിയൊന്നുമില്ല. എന്താക്കണ്ട? കേൾക്കണ്ട. കാവേരിയിലേക്ക് രാത്രി പോയി രണ്ടടിക്കാം. പിന്നെ ചിമ്മൻ എന്ത് ചെയ്യാം? മോളെ കൂട്ടി ഒന്ന് കറങ്ങി രാജാസ്ഥിതൊക്കെ പോയി കാറ്റിന്റെ കൊണ്ടിട്ട് വരാം. കാരണം അവരുകളൊന്നും ബന്ധപ്പെട്ടില്ല, ഈമാനിൽ പെടൂല. അത് അവരുണ്ടാക്കിയതിന് എന്തുകൊണ്ടറിയോ ഇങ്ങനെ ചെയ്യാൻ? കുരുത്തക്കേട് കാണിക്കാൻ. കാരണം അവർക്ക് എന്ത് പറയും? അവർ വിശ്വസിക്കുന്നുണ്ട്. ശരിയല്ലേ? നിസ്കാരം എന്തിനാണ്? നിസ്കാരം ഉണ്ട്. തസ്ദീഖുണ്ട്. നിസ്കരിക്കണം. നിസ്കരിക്കേണ്ടതാണ്. പക്ഷെ നിസ്കരിക്കൂല. കള്ളുപിടിക്കാൻ പാടുണ്ടോ? തസ്ദീഖുണ്ട്. കള്ളുപിടിക്കാൻ പാടില്ല. പക്ഷെ കുടിക്കും. കാരണം അമലെന്തിൽപ്പെട്ടില്ല, ഈമാനിൽ പെട്ടതല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അമലും ഈമാനിന്റെ കൂടെ ഉള്ളതാണ്. അവിടെ മുഅ്മിനാകണമെങ്കിൽ ഇത് 3 ഉണ്ടായേ പറ്റുള്ളൂ. പോലെ ഇന്നലെ എന്ത് മദീനായി പറയുന്നത് ഗീതം കേട്ടില്ല. എഴുതിയെടുക്കണം, പഠിക്കണം. ഞാൻ ഇംഗ്ലീഷിലാക്കി എഴുതുന്നല്ലേ? അത് വെച്ചിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാവും കേട്ടോ. പരീക്ഷ പറഞ്ഞ പോലെ കൂടുന്നതായിരിക്കും. എന്നെ നാളെ എടുത്തത് അവസാനം നിങ്ങളിങ്ങനെ നോക്കി ഇയാളെത്തി പഠിപ്പിച്ചു വെച്ചാൽ ഞാൻ എന്റെ ഒരു ഉസ്താദുണ്ടല്ലോ, മൂപ്പരെ വിഷയം എന്തായാലും പിന്നെ തഫ്സീറാണ്. മൂപ്പരെ എല്ലാവരും ചെയ്യും. ഓൻ ഫൈലാവട്ടെ ചോദിച്ചാൽ എന്താ പറയാ?
ആരെങ്കിലും തോറ്റാൽ പ്രിൻസിപ്പൾ എന്ത് വിചാരിക്കും? ഇയാൾ പഠിപ്പിക്കുന്നത് ശരിയില്ല, അതുകൊണ്ട് എല്ലാവരും ചെയ്യിപ്പിക്കും. പ്രിൻസിപ്പൾ എന്ത് മാഷാതെ അതാണ് പഠിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ നാണങ്ങളാക്കരുത്. അതെല്ലാം ഈ താരീഫുകളൊക്കെ അറബി തന്നെ പഠിക്കണം. ഇസ്ലാം എന്നാൽ എന്ത്? ലുഗത്തൻ شرعا الاستسلام لله بالتوحيد والانقياد له بالطاعة والبراءة من الشرك وأهله. ما هو أركان الإسلام؟ أركان الإسلام أيضا عن عبد الله بن عمر بن الخطاب رضي الله عنه قال قال رسول الله صلى الله عليه وسلم بني الإسلام على 5: شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة وحج البيت وصوم رمضان. متفق عليه. എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? ലുഗത്തൻ വിശ്വാസം, ശറഅൻ التصديق بالقلب والإقرار باللسان والعمل بالجوارح يزيد بالطاعة وينقص بالمعصية. ما هو أركان الإيمان؟ أركان الإيمان عندنا ذكية: أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى. العربي تنبر نقول اوكي. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.